ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നാം കുറേ ദിവസങ്ങളായി ഇടയ്ക്കിടയ്ക്കെല്ലാം ചിന്തിച്ചു വരികയായിരുന്നു ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ നടന്ന ഓരോരോ സംഭവങ്ങളെക്കുറിച്ച്. ആ തടാകത്തിൻ്റെ അരികത്തിലേക്ക് യേശു വരുന്നു. ജനക്കൂട്ടം തിക്കിത്തിരക്കിക്കൊണ്ട് വചനം കേൾക്കാൻ വരുന്നു. ജനത്തെ ശ്രദ്ധിക്കുന്നതിലുപരിയായി കർത്താവ് 2 പടകുകളിലേക്ക് നോക്കുന്നു. ആ പടകിൽ അത് ഒന്നിൽ കയറി നിൽക്കുന്നു. വലിയൊരു കൂട്ടം അത് 2 ആകുന്നു, പിന്നെ അത് 1 ആകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലോകത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും യേശു ക്രിസ്തു വ്യക്തിപരമായി ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, വ്യക്തിപരമായി അറിയുന്നു. വ്യക്തിപരമായി ഓരോരുത്തരെയും വിഷയങ്ങൾ യേശുവിനെ അറിയാം. നമ്മൾ ചിന്തിക്കും, എൻ്റെ വിഷയം ആരറിയാൻ, അല്ലേ? എൻ്റെ കൊച്ചു കുഗ്രാമത്തിൽ, എൻ്റെ കൊച്ചു കുടിലിൽ, എൻ്റെ സ്വകാര്യ ദുഃഖത്തിൽ അതിൽ ഇറങ്ങി വരാൻ ആരുണ്ട്? എൻ്റെ ദുഃഖം അതൊക്കെ ഞാൻ തന്നെ ചുമക്കേണ്ടതാണ്. അത് ആരോട് പങ്കുവയ്ക്കാൻ, ആർക്കറിയാൻ, അത് ആർക്കറിയാൻ താല്പര്യം? ഇങ്ങനെ പലവിധമായ ചിന്തകളാൽ വലഞ്ഞ് ഉഴന്ന് ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരനോട് ഞാൻ പറയട്ടെ, അല്ലല്ല, നിങ്ങളുടെ ദുഃഖം അറിയുന്നൊരു യേശുവുണ്ട്, നിങ്ങളുടെ വേദനകൾ അറിയുന്നൊരു യേശുവുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങൾ കാണുന്നൊരു യേശുവുണ്ട്. കാണുക മാത്രമല്ല, അതിന് പരിഹാരം തരുന്നൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ്. എന്തുമാത്രം അനുഭവങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. ഞാൻ അനുഭവത്തിൻ്റെ ചെപ്പ് തുറന്നാൽ പിന്നീട് വചനശുശ്രൂഷയ്ക്ക് എനിക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാനതൊന്ന് പയ്യെ അടക്കിക്കൊണ്ട് എന്നെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് വീണ്ടും വരികയാണ്. ശീമോനുള്ളതായ പടകിൽ യേശു നിന്നു. യേശു പിന്നീട് അവിടെ ഇരുന്നു. പിന്നെ ജനത്തോട് സംസാരിച്ചു. ഈ സംസാരിക്കുമ്പോഴെല്ലാം ശീമോൻ പത്രോസും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്. കാരണം അന്ന് മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. വെറും കൈയായി വീട്ടിലേക്ക് പോകണം. അതിൻ്റെ ഒരു വേദനയുണ്ട്, ഇല്ലേ? നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ കൈ വെറും കൈയായി പോയല്ലോ, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ഒരു കാലത്ത് കയ്യിലെടുക്കാൻ പൈസ ഉണ്ടായിരുന്നു, കയ്യിൽ സ്വാധീനമുണ്ടായിരുന്നു, കയ്യിൽ അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഇന്നെല്ലാം നഷ്ടപ്പെട്ടല്ലോ. ചില വസ്തുവിൻ്റെ ആധാരങ്ങളുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ചില വാഹനങ്ങൾ സ്വന്തമായി കയ്യിലുണ്ടായിരുന്നു, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എൻ്റെ കൈ, ഈ ശൂന്യമായ കൈ നിറയുമോ എന്നോർത്ത് നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിറയ്ക്കാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ശൂന്യതയിൽ നിന്നും ഉണ്മയായത് ഉളവാക്കാൻ കഴിയുന്ന യേശു ജീവിക്കുന്നു. ശൂന്യതയിൽ നിന്നും ആകാശത്തെയും ഭൂമിയെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ജലരാശികളെയും തൻ്റെ വചനമാകുന്ന വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച ക്രിസ്തു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നിത്യനായി ദൈവം ജീവിക്കുന്നു. നാം എന്തിനു ഭാരപ്പെടണം? ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ഹൃദയം പകർന്ന് പറയൂ. സ്തോത്രം. ശീമോൻ പത്രോസ് അങ്ങനെ ഇരിക്കുമ്പോൾ ജനത്തോട് സംസാരിച്ച് തീർന്നു. അപ്പോൾ ശീമോൻ വിചാരിക്കുന്നു, ഇനി യേശു പോകും, എനിക്ക് പടക് അവിടെ കെട്ടിയിട്ടിട്ട് വലയെടുത്ത് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഓർക്കുമ്പോൾ ഹൃദയത്തിലൊരു വിഷമം. കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഒരുപക്ഷെ അമ്മാവിയമ്മയും ഉണ്ടായിരിക്കുമോ? അമ്മാവിയമ്മ ഒരിക്കൽ ഉണ്ടായിരുന്നുവെന്ന് ശീമോൻ്റെ കാര്യം വായിക്കുമ്പോൾ നമുക്കറിയാം. ശീമോൻ്റെ അമ്മാവിയമ്മയെ യേശു, ജ്വരം ബാധിച്ച് കിടന്ന അമ്മാവിയമ്മയെ യേശു സൗഖ്യമാക്കിയതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, അമ്മാവിയമ്മയൊക്കെ അവിടെ കാണും. എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യും? വിശന്ന് വലയുന്ന കുഞ്ഞുങ്ങൾ, ഭയപ്പെട്ട് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന ഭാര്യ, അവരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും? അങ്ങനെയെല്ലാം ശീമോൻ പത്രോസ് ഓർത്ത് കാണുമോ? എൻ്റെ ചിന്ത ഓർത്ത് കാണും. ഇതാ പെട്ടെന്ന്, ഹല്ലേലൂയ, ഇതാ പെട്ടെന്ന് സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശീമോൻ പത്രോസിന് നേരെ തിരിയുന്നു. അപ്പോൾ യേശു പോകാൻ പരിപാടിയില്ല. കർത്താവിന്റെ സ്തോത്രം. ശീമോൻ്റെ ഉത്സാഹമായി. ശീമോൻ പത്രോസ് യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ തമ്മിൽ ഉടക്കി. സ്നേഹാർദ്ര കണ്ണുകളും ആവശ്യക്കാരനായ പത്രോസിൻ്റെ കണ്ണുകളും, നിരാശയുടെ കണ്ണുകളും പ്രത്യാശയുടെ കണ്ണുകളും തമ്മിൽ ഉടക്കി. സൃഷ്ടാവിൻ്റെ കണ്ണും സൃഷ്ടിയുടെ കണ്ണും തമ്മിൽ ഉടക്കി. അപ്പോൾ ആ കണ്ണുകളിലൂടെ ചില ആശയങ്ങൾ കൈമാറി. ആ ആശയം എന്തായിരുന്നു? ഒന്നും കിട്ടിയില്ല. ശീമോൻ പത്രോസിനോട് യേശു സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശീമോനോട്
ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ മീൻ പിടിച്ചില്ല എന്നും മീൻ കിട്ടിയില്ലെന്ന് യേശു അറിഞ്ഞോ? അറിഞ്ഞുന്നേ. എല്ലാം അറിയുന്നൊരു യേശുണ്ട്. അറിയുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരാളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണമില്ലായിരിക്കാം, വാടക കൊടുക്കാൻ പൈസ ഇല്ലായിരിക്കാം, പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് തോറ്റുപോയി, സങ്കടമാണ്. പലതും നമ്മളെ നിരാശപ്പെടുന്ന അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ ഇല്ലായ്മ അറിയുന്ന ഒരു യേശുവുണ്ട്, നമ്മുടെ പരാജയങ്ങൾ അറിയുന്ന ഒരു യേശുവുണ്ട്. യേശു ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്ക്. നീ ഉപരിപ്ലവമായ ഒരു കാര്യത്തിനല്ല ഞാൻ നിന്നെ വിളിച്ചത്, ആഴത്തിലേക്ക് നീക്കണം. ഇത് നമുക്കൊന്ന് ആത്മീയമായി ഒന്ന് ചിന്തിച്ചാലോ? ഭൗതികമായ മീൻപിടുത്തത്തിൻ്റെ കാര്യം വിട്ടിട്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുന്ന ആത്മീയ അനുഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? അതെ, ഉപരിപ്ലവമായ ആത്മീയമുണ്ട്, വെറും ചടങ്ങിൻ്റെ ഒരു ആത്മീയമുണ്ട്, സോ കോൾഡ് ക്രിസ്ത്യൻസ് ഉണ്ട്. യേശുവിനെ സ്വന്തം കാര്യം മാത്രം നടക്കാൻ വേണ്ടി അനുഗമിക്കുന്നവരുണ്ട്. എന്നാൽ വാസ്തവമായി യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ പിന്നാലെ യേശുവിൻ്റെ വചനമനുസരിച്ച് നടക്കുന്ന അനേകരുണ്ട്. ആഴത്തിൽ ക്രിസ്തീയ ജീവൻ നയിക്കുന്നവർ. ശീമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ശീമോനെ, നീ ഒരു ഉപരിപ്ലവമായ ജീവൻ നയിക്കാനല്ല ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പൊത്തൂരത്തെ ക്രിസ്ത്യാനിത്വം നയിക്കാനല്ല. തീർത്ഥയാത്ര നടത്തി നേർച്ച കഴിച്ചും വഴിപാട് കഴിച്ചും ക്രിസ്ത്യാനി എന്ന് പേരുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. ഇതല്ല പ്രിയരെ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ്, ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ജീവിതമാണ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ജീവിതമാണ്, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാണ്. ക്രിസ്തു പ്രസാദിക്കുന്നുണ്ടോ എന്ന് ജീവിതം പരിശോധിച്ച് തിരുത്തലുകൾ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. അതാണ് ക്രിസ്തീയ ജീവിതം. യേശു എല്ലാവരിലും വലിയവനും എല്ലാവരിലും ശ്രേഷ്ഠനെന്ന് കണ്ടെത്തി യേശുവിനെ സ്നേഹിക്കുന്ന ജീവിതം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തൊരു ഉറപ്പാണ് യേശുവിൻ്റെ സ്നേഹം. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. പ്രിയപ്പെട്ടവരെ, ചർച്ചിലോ പള്ളിയിലോ ആരാധനാലയത്തിലോ നിങ്ങളുടെ പേരുള്ളതുകൊണ്ടോ, ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയിൽ നിങ്ങൾ അംഗങ്ങളായതുകൊണ്ടോ, ഒരു ക്രിസ്തീയ സഭയിൽ ഒരു കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചു എന്നുള്ളതുകൊണ്ടോ നിങ്ങൾ ക്രിസ്ത്യാനികളാകുന്നേ ഇല്ല. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. അതുപോലും ഒരു തുടക്കം. സ്തോത്രം. ദൈവനാമത്തിൽ നിങ്ങളൊന്ന് ശാന്തമായി നിങ്ങളെ തന്നെ പരിശോധിക്കൂ. ക്രിസ്തു പ്രസാദിക്കുന്ന പോലെയാണോ ജീവിതം? ക്രിസ്തു പ്രസാദിക്കുന്ന പോലെയാണോ കുടുംബജീവിതം? ക്രിസ്തു പ്രസാദിക്കുന്ന പോലെയാണോ വ്യക്തിജീവിതം, ഔദ്യോഗിക ജീവിതം, കൂട്ടായ്മ ജീവിതം? ഹല്ലേലൂയ. ക്രിസ്തു പ്രസാദിക്കുന്ന പോലെയാണ് നമ്മുടെ രഹസ്യ ജീവിതം. ചിന്തിക്കൂ പ്രിയരെ, യേശു പ്രസാദിക്കണം. രഹസ്യങ്ങൾ കാണുന്ന യേശു പ്രസാദിക്കുന്ന ജീവിതം നയിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ യേശു നിങ്ങളെ വഴി നടത്തും. എന്താണ് നാം പറഞ്ഞു വന്നത്? നമ്മുടെ എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കണം. മീൻ കിട്ടണമോ ആഴത്തിലേക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞത് മനുഷ്യക്കൂട്ടങ്ങളാവുന്ന മീൻകൂട്ടങ്ങൾ. ഹല്ലേലൂയ. അത് കിട്ടണമെങ്കിൽ ആഴത്തിലേക്ക് നീക്കണമെന്നുള്ള ആ വലിയൊരു ദൈവിക സന്ദേശമാണ് വരുംകാലങ്ങളിൽ വലിയ മീൻകൂട്ടത്തെ, മനുഷ്യക്കൂട്ടത്തെ പിടിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ശീമോൻ പത്രോസിൻ്റെ മേൽ ജീവനുള്ള ദൈവം കൈമാറുന്നത്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും നമുക്കും ഉപരിപ്ലവമായ ആത്മീയത്തോട് യാത്ര പറഞ്ഞ് കാതലായത്. വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നവരുണ്ട്, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ അടുത്ത കാലത്ത് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞ പ്രഖ്യാപനം അതെന്നെ കോൾമേർ കൊള്ളിച്ചു. ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. കാരണം അദ്ദേഹം സത്യവിശ്വാസമാണ് പറഞ്ഞത്. യേശു മാത്രമാണ് ഏകരക്ഷകൻ, സഹരക്ഷകരില്ലെന്ന്. യേശുവാണ് ദൈവത്തിനും മനുഷ്യനും തമ്മിൽ ഏകമധ്യസ്ഥൻ, വേറെ മധ്യസ്ഥരില്ലെന്ന്. എന്തൊരു ആഴമേറിയ സ്വർഗീയ വെളിപ്പാടിൻ്റെ പ്രദർശനമായിരുന്നു ആ നാവിലൂടെ പ്രതിധ്വനിക്കൊണ്ടത്. ഹല്ലേലൂയ.
കർത്താവിന് സ്തോത്രം. ഇങ്ങനെയുള്ള ആത്മീയ നേതാക്കൾ ഉണർന്നു വന്നെങ്കിൽ എല്ലാ സഭകളിലും സഭാഭേദമന്യേ സഭയെ ഭരിക്കുന്ന ആത്മീയ ഔന്നത്യത്തിൽ ഇരിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഇങ്ങനെയുള്ള കാഴ്ചപ്പാട്, ജനത്തെ സത്യപാതയിൽ നടത്തുന്ന ഇടയന്മാർ, അവരൊക്കെ ഒന്ന് ഉണർന്നു വന്നാൽ ജനമുണരും. ലീഡർ ഉണർന്നാൽ അനുയായികൾ ഉണർന്നിരിക്കും. ആത്മീയ നേതാക്കൾ ഉണർന്നാൽ സഭ ഉണരും. ഒരു ചർച്ചിൽ ഒരു പാസ്റ്റർ ഉണർന്നാൽ ആ ചർച്ചിലുള്ള ജനങ്ങൾ ഉണരും. ഒരു പള്ളിയിൽ ഒരു പുരോഹിതനോ മഹാപുരോഹിതനോ ഉണർന്നാൽ ആ പള്ളി ഉണരും. എൻ്റെ പ്രിയരെ, നമുക്ക് ഉണർവിനായി ഒരുങ്ങാം. ഉണർവിൻ വര ലഭിപ്പാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഉണർവിൻ കാറ്റേ, ഉണർവിൻ കാറ്റേ വീശുക, ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. നിങ്ങളെന്ത് പറയുന്നു? ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. കാതലായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. എന്താണ് ആഴം? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനോട് ചേരുന്ന പ്രകൃതം, ക്രിസ്തുവിനെ അനുസരിക്കുന്ന സ്വഭാവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങുകയും അനുസരിക്കുകയും ആത്മാവിൽ ദൈവാത്മാവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അതിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കൂ പ്രിയരെ. ഈ നാഥ, എൻ്റെ ജീവിതം ഇതുവരെ പുത്തൂരത്തെ ആത്മീയം നയിച്ച് ഞാൻ മുന്നോട്ട് പോയി, ഒരു സോക്കോൾഡ് ക്രിസ്ത്യനായി ഞാൻ ജീവിച്ചു. എന്നാൽ ഇന്ന് മുതൽ എനിക്ക് എൻ്റെ യേശുവിനെ സേവിക്കണം, യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ പിൻപറ്റണം, യേശുവിൻ്റെ വചനമനുസരിക്കണം, വചനപ്രകാരം എനിക്ക് ജീവിക്കണമെന്ന ആ കാതലായ ജീവിത അനുഭവത്തിലേക്കും ക്രിസ്തീയ പന്ഥാവിലേക്ക് നിങ്ങൾ വരൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.